ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പായസമാണ്. സേമിയ പായസമാണ്. ചവ്വരി വെച്ചിട്ട് ചവ്വരി സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ സാധാ സേമിയ പായസത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചവ്വരി വെച്ചിട്ട് സേമിയ പായസം ഉണ്ടാക്കുന്നതാണ് വീഡിയോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ചവ്വരി ഞാൻ ഒരു 3/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കാം. ഒരു മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. ചവ്വരി സാബുനരി എന്നൊക്കെ പറയും. ഒരു മണിക്കൂറൊക്കെ ഒന്ന് നമുക്കത് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. നമുക്ക് പായസം ഉണ്ടാക്കാം. അതവിടെ കുതിർക്കാൻ വെച്ച് കുറച്ച് ടൈമായി. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഞാൻ കാഷ്യൂ മാത്രമാണ് ചേർക്കുന്നത്. ഇവിടെ മുന്തിരി ഇടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. 1 കപ്പ് സേമിയയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഓൾറെഡി അത് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. രണ്ട് പാക്കറ്റ് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി ഞാനൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നമുക്ക് തിളക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ചവ്വരി അപ്പോൾ അത്യാവശ്യം വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്നായി കിട്ടും. അപ്പോൾ ചവ്വരി ഒന്നായിട്ട് വരുമ്പോൾ ഒന്ന് തിളച്ചിട്ടൊക്കെ ചവ്വരി ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് ഒന്ന് ആയിട്ട് വരുമ്പോൾ നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് കുറുക്കി വരുന്നുണ്ട്. അപ്പോൾ സേമിയയും ചവ്വരിയും ഒക്കെ ഒന്നുകൂടെ വേവാനുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പിൽ കൂടുതലുണ്ട്. നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ചേർക്കാം. പഞ്ചസാര അപ്പോൾ കുറച്ച് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ലെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. ഇനി ഒന്ന് തിളച്ചൊന്ന് ആയി വരുമ്പോൾ മിൽക്ക് മെയ്ഡ് പഞ്ചസാരയൊക്കെ ഒന്ന് ഇത് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പായസം കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പായസം ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ നോക്കണ്ട, ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. ഇപ്പം ഇങ്ങനെ കുറച്ചൊരു ലൂസായിട്ടുള്ള പോലെ ഒന്നും, പക്ഷേ ഇരിക്കും തോറും പായസം ഇങ്ങനെ കുറുകി വരും. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ, കുറുകി വന്നിട്ടുണ്ട് പായസം. അത് ചവ്വരി ഇട്ടുകൊണ്ട് തന്നെ നല്ല കുറുക്കുണ്ടായിരിക്കും പായസത്തിന്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും തോറും കണ്ടില്ലേ കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറുക്കം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ചിട്ടുള്ള വെള്ളം, തിളച്ചാറിയ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഈ സൗകര്യമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.